സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു മാക്രോണി ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 200 ഗ്രാം മാക്രോണിയാണ്. അത് 1 ലിറ്റർ വെള്ളം വെച്ച് കുറച്ച് ഉപ്പുമിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ ഇത് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒന്ന് കൈകൊണ്ട് അമർത്തി നോക്കിയാൽ മതി. ഇത് വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം വെക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് വെള്ളം ഊറ്റിക്കളയാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടെടുക്കാം. ഇതിലേക്ക് 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണ്. ഇത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ ഇതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യും. ഇനി സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ അധികം വേവണമെന്നില്ല. അത് അധികം വേവാതെ കഴിക്കാനാണ് സ്വാദ്. പലതരത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ക്യാപ്സിക്കം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം.
നിങ്ങൾക്ക് പനീർ ഇഷ്ടമാണെങ്കിൽ പനീർ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം വേവിച്ച് വെച്ച മാക്രോണി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ചീസ് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇതിനു മുമ്പ് ഒരു മാക്രോണി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.